ഹലോ, എല്ലാ കൂട്ടുകാർക്കും വിദ്യാപ്ലസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3-ാം ക്ലാസ്സിലെ മലയാളമാണ് കേട്ടോ. 7 ക്ലാസ്സിലെ മലയാളമാണ്, 3-ാം ക്ലാസ്സിലെ മലയാളമാണ് കേട്ടോ. അപ്പം ഈ മലയാളത്തിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കിയാലോ. എല്ലാവരും അവധിക്കാരൊക്കെ ആഘോഷിച്ച് എങ്ങോട്ട് പോവാണ്? സ്കൂളിലോട്ട് പോവാണ് അല്ലേ. നല്ല മഴയാണ് എല്ലായിടത്തും അല്ലേ. മഴയിൽ നല്ല പൂക്കുളിയൊക്കെ ചൂടിയിട്ടാണോ പോകുന്നത്? എല്ലാവർക്കും അടിപൊളി കുളകളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണ് മലയാളത്തിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം അല്ലേ. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അത് മറന്നുപോലെ ബെല്ലും അമർത്തണം കേട്ടോ. എടാ, ഇവിടെ ആദ്യം പിക്ചറിൽ എന്താ കൊടുത്തിരിക്കുന്നത്? കുറെ അക്ഷരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അക്ഷരങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? 1-ന്ന് 2-ന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി നമുക്കത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നിങ്ങൾ വലിയ ചേട്ടായിമാരും ചേച്ചിമാരൊക്കെ ആയിട്ടോ. ഇനി നമുക്കതൊന്നും ആവശ്യമില്ല അല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്ത് എന്താ നോക്കിയാലോ. 1-ാമത്തെ പാഠത്തിന്റെ പേര് കനകച്ചിലങ്ക എന്നാണ് കേട്ടോ. എന്താണ്? കനകച്ചിലങ്ക. അമ്മ ചൊല്ലിത്തന്ന ഭാഷ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. ആരാ പറഞ്ഞത്? PT ഭാസ്കര പണിക്കരാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാല് അമ്മ നമുക്ക് പറഞ്ഞു തന്ന ഭാഷ എന്ന് പറയുന്നത് ഏതാണ്? മലയാളമാണ് അല്ലേ. അതേപോലെ തന്നെ നമുക്ക് മലയാളം എന്ന് പറയുന്നത് ആരെ പോലെയാണ്? നമുക്ക് നമ്മുടെ അമ്മയെ പോലെയാണ് മലയാളം എന്ന് പറയുന്ന ഭാഷ. അപ്പൊ എന്താ പറഞ്ഞത്? അമ്മ ചൊല്ലിത്തന്ന ഭാഷയാണ് ഞങ്ങൾക്ക് അമ്മയെ പോലെ ഈ ഭാഷ. ഞങ്ങൾക്ക് ആരെ പോലെയാണ്? അമ്മയെ പോലെയാണ് ഈ ഭാഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അടുത്തത് കാക്കിരി പൂക്കിരി. അടുത്ത ഏതാണ്? കാക്കിരി പൂക്കിരി. അപ്പൊ നമുക്ക് ഈ കവിത ഒന്ന് മെല്ലെ ഒന്ന് ചൊല്ലി നോക്കിയാലോ. എന്താ പറയുന്നത്? കാക്കിരി പൂക്കിരി തേന്മാവിനെത്താ കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിനു സമ്മാനം. ടീച്ചറിന് വലിയ പാടാനൊന്നും അറിയത്തില്ല കേട്ടോ. ടീച്ചർ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പാടിയതാണേ. നോക്കിയാലോ. ഇത് ആരാണ് എഴുതിയത്? രാമകൃഷ്ണൻ കുമരനല്ലൂരാണ് എഴുതിയേക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്? തൂവൽ എന്ന് പറയുന്ന പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു ചെറിയ ഒരു കവിതയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആശയം എന്താണെന്ന് നോക്കിയാലോ. കാക്കിരി പൂക്കിരി തേന്മാവിന്റെ എത്താ കൊമ്പത്ത്. എന്താ പറഞ്ഞേക്കുന്നത്? തേന്മാവിന്റെ ഏത് കൊമ്പത്താണ്? എത്താത്ത കൊമ്പത്ത്. തേന്മാവിന്റെ എത്താത്ത കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങുന്നു. അപ്പൊ എന്താണ്? മാവിന്റെ എത്താ കൊമ്പത്ത് എന്ത് പഴുത്തു തൂങ്ങുന്നു എന്നാ പറഞ്ഞേക്കുന്നത്? നിറച്ച മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങിക്കിടപ്പുണ്ട്. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. പിള്ളേർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മാങ്ങാപ്പഴങ്ങൾ കണ്ടിട്ട് ആർപ്പ് വിളിക്കുന്നുണ്ട്. ഒച്ചത്തിൽ ഇങ്ങനെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. നെക്സ്റ്റ് അടുത്ത് എന്താടാ? കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുങ്ങുന്നു. എന്താ ചെയ്യുന്നത്? കാറ്റിങ്ങനെ വരുമ്പോ നമ്മുടെ മാവിന്റെ കൊമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? കുലുങ്ങുന്നുണ്ട് അല്ലേ. നെക്സ്റ്റ് അടുത്ത് എന്താ? കാക്കിരി പൂക്കിരി 4-5 നിലത്ത് വീഴുന്നു. അപ്പൊ എന്താണ്? കാറ്റ് വന്ന് മാവിന്റെ കൈകളും എല്ലാം അനക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? 4-5 മാമ്പഴം നിലത്ത് വീണു. എന്താടാ അതിന്റെ രുചി എന്ന് പറയുന്നത്? നല്ല തേൻ തുള്ളികൾ ഈ നാവിന് സമ്മാനം. മാമ്പഴം എടുത്ത് കഴിച്ചപ്പോൾ എന്തിന്റെ രുചിയാണ് വരുന്നത്? നല്ല തേനിന്റെ രുചിയാണ് വരുന്നത്. ഇനി കുറച്ച് ചോദ്യങ്ങളുണ്ട് കേട്ടോ. എന്താ നോക്കാം. താളം പിടിച്ച് ഈണത്തിൽ കവിത ചൊല്ലൂ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ നല്ല ഈണത്തിൽ കവിത ചൊല്ലണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ ഏതെല്ലാം? ഈ വാക്കുകൾ കൊണ്ട് എന്തൊക്കെയാവാം ഉദ്ദേശിക്കുന്നത്? കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്യുക. ഇതിൽ എന്താണ്? ഏതൊക്കെയാണ് വാക്കുകൾ ആവർത്തിച്ചു വരുന്നത്? കാക്കിരി പൂക്കിരി അല്ലെ. അത് ആവർത്തിച്ചു വരുന്ന വാക്കുകളാണ് അല്ലെ. പിന്നെ ഏതാണ്? അപ്പൊ ഈ കവിതയിൽ ആവർത്തിച്ചു വരുന്ന 2 വാക്കുകൾ എന്ന് പറയുന്നത് കാക്കിരി പൂക്കിരിയാണ് അല്ലെ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? കവിതയ്ക്ക് ചുറ്റുമായി യോജിച്ച ചിത്രം വരച്ച് നിറം നൽകി ഭംഗിയാക്കൂ. വരച്ച ചിത്രങ്ങൾ പരസ്പരം പങ്കുവെക്കൂ. അപ്പൊ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇതിന് ചുറ്റും എന്ത് വരയ്ക്കാനാണ്? പിക്ചേഴ്സ് വരയ്ക്കാനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെ വരയ്ക്കാം? മാവ് വരയ്ക്കാം, മാവ് നിറച്ച് മാമ്പഴങ്ങൾ വരയ്ക്കാം. കുട്ടികൾ നോക്കി നിൽക്കുന്നതൊക്കെ വരയ്ക്കാം അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല അടിപൊളിയായിട്ട് വരച്ചിട്ട് ടീച്ചറിന് എന്ത് ചെയ്യണം? ജസ്റ്റ് പിക്ചർ എടുത്തിട്ട് കമന്റ് ബോക്സിൽ ഇട്ട് തരണം കേട്ടോ. എൻ്റെ മിടുക്കന്മാരെങ്ങനെ വരയ്ക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.